നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിയെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയത്. പ്രതിക്കെതിരെ കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും കോടതി അറിയിച്ചു. സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രതി കേഡൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ പറഞ്ഞു. കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു ഒത്തിണക്കത്തോടുള്ള ആ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും. എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് കളക്ട് ചെയ്യുന്നതായാലും ഓരോരുത്തരുടെ ആൾക്കാരുടെ ഒക്കുലർ എവിഡൻസ് കളക്ട് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒത്തിണക്കത്തോടുകൂടി ആ ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസ് ഒരു രീതിയിലും ചെയിനിലൊരു ബ്രേക്ക് വരാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പ്രോസിക്യൂഷന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് സാധിച്ചിരുന്നു. ഒരു ഡിഫൻസ് എവിഡൻസ്, അതായത് പ്രതി ഈ ജയിലിനകത്ത് വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞില്ല 7 ദിവസം യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ജയിലിനകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സഹതടവുകാരനെ ആക്രമിക്കുന്ന രീതിയിൽ കാണിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പോകുന്നത്. അപ്പോൾ ഈ ചികിത്സ നടന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ എവിഡൻസ് കോടതിയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു സർക്കംസ്റ്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ആ ഒരു കുറ്റസമ്മതം നടത്തിയതായിട്ട് പറയുന്ന ആ പോർഷനിൽ കാണുന്നത് ഈ വീട്ടുകാരോടുള്ളൊരു വൈരാഗ്യം തന്നെയാണ് മോട്ടീവായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.